ഹലോ ഡിയേഴ്സ്, നമുക്കിന്നൊരു കുഞ്ഞ് ഗെറ്റ് റെഡിയാണ് കേട്ടോ. ഡെയിലി ഞാൻ ഇങ്ങനെയാണ് ലാബിലേക്ക് പോകാനായിട്ട് റെഡി ആവുന്നൊരു വീഡിയോ കണ്ടാലോ. എന്നും ഇതുപോലത്തെ മേക്കപ്പ് ഒക്കെ തന്നെയാണ്, പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാറില്ല. ആദ്യം തന്നെ ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തത് പോൺസിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ്. അതിനുശേഷം നമ്മൾ ഡോക്കിൻ്റെ പേർപ്പിൾ സൺസ്ക്രീൻ ആണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നു. നമ്മളെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ വല്ലാത്തൊരു ഗ്ലോ കിട്ടുന്ന പോലെ എൻ്റെ ഫേസിൽ എനിക്ക് തോന്നാറുണ്ട്. അതിനുശേഷം റിനിയുടെ കാജൽ വെച്ചിട്ട് കണ്ണൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. ഈ ഒരു കാജൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. രാവിലെ വരയ്ക്കുന്നത് നമ്മുടെ വൈകുന്നേരം ആയാലും കണ്ണിൽ നിന്ന് പോകത്തില്ല. അതുകൊണ്ട് ഈ കാജൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സിസ് ബ്യൂട്ടിയുടെ ലിപ് ലൈനർ വെച്ച് ലിപ്പ് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. എന്നെപ്പോലെ കുഞ്ഞു ചുണ്ടുള്ളവർക്ക് ഇങ്ങനെ ലിപ് ലൈനറൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ലിപ്സ്റ്റിക് ഇട്ട് പ്രോപ്പറായിട്ട് വെക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് കേട്ടോ എൻ്റെ ഒരു തോന്നൽ. അതിനുശേഷം നമ്മുടെ മാർസിൻ്റെ ചാറസ് ഗേൾ എന്ന് പറഞ്ഞ ലിപ് ഷെയ്ഡാണ് കേട്ടോ. ഞാൻ ഇപ്പം റീസെൻ്റായിട്ട് എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നു. ഈ ഒരു ലിപ്സ്റ്റിക് ഇട്ടതിന് ശേഷം എൻ്റെ ഫേസിൽ അത്യാവശ്യം ഒരു ബ്രൈറ്റ്നസ് കിട്ടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റീസെൻ്റ്ലി കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഈ ഒരു ലിപ് ഷെയ്ഡാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പിന്നെ ഹെയർ സ്റ്റൈല് ഞാൻ എന്തൊക്കെ ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്താലും അവസാനം ഞാൻ വന്ന് ചെന്ന് നിൽക്കുക ഈ ഒരു പോണി ടെയിലായിരിക്കും കേട്ടോ. അങ്ങനെ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു ഗെറ്റ് റെഡി എന്ന് പറയുന്നത്. പിന്നെ അതിനുശേഷം നമ്മളെ ഫുഡ് പേക്കിംഗ് ആണ്. കാരണം ലഞ്ച് ബോക്സിലേക്കാക്കി ഞാൻ ഫുഡൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിനി അതൊന്ന് പാക്ക് ചെയ്ത് ബാഗിലോട്ടാക്കണം. ഇതിന് ലഞ്ചും സ്നാക്സും എനിക്കും അതൊക്കെ ഒന്ന് പാക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ക്യാമറ ഓണാക്കി വെച്ചപ്പോഴത്തേക്കും ഇത് ഡയമണ്ട് ആണെന്നും പറഞ്ഞ് 2 ദിവസം കൊണ്ട് നടക്കുന്ന സംഭവമാണ് കേട്ടോ. അത് എന്തോ ഡ്രസ്സിൽ നിന്ന് ഇളവി എന്തോ സ്റ്റോൺ ആണ് കേട്ടോ. അങ്ങനെ എൻ്റെ ബാഗ് പാക്ക് ചെയ്തു, എതുമ്മയുടെ ബാഗ് പാക്ക് ചെയ്തു. ഞങ്ങൾ പോകാനായിട്ട് റെഡി ആയിട്ട് ഇറങ്ങുകയാണേ. ഏട്ടൻ രാവിലെ പോയിട്ടുണ്ടായിരുന്നു. ഏട്ടൻ പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ എതുമ്മയുടെ ഒരു വല്ലാത്തൊരു അംഗം തന്നെയാണ് കേട്ടോ വീട്ടിൽ. അതെല്ലാം കഴിഞ്ഞത് ഇങ്ങനെ ഇറങ്ങുമ്പോഴൊരു സമാധാനം ഉണ്ടല്ലോ. അങ്ങനെ സമാധാനത്തിൽ ഇങ്ങനെ ഇറങ്ങുമ്പോഴാണ് ഇതുമ്മ പറയുന്നത് അതിൻ്റെ ടോയ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, ടോയ് ഒതുക്കി വെച്ചില്ല എന്നും പറഞ്ഞ് എന്തെങ്കിലും പറഞ്ഞിട്ട് വീണ്ടും അവൻ കയറിപ്പോവും. അവിടെയാണെങ്കിൽ ഓട്ടോ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ വല്ല വിധത്തിനെ അവനെയും പിടിച്ചിറക്കിയിട്ട് ഞാൻ വെപ്രാളപ്പെട്ട് ഓടുകയാണ് കേട്ടോ. എത്ര നേരത്തെ എഴുന്നേറ്റാൽ എനിക്കെന്തോ സമയം തികയാത്ത പോലൊരു തോന്നലാണേ. ഇന്ന് വെനസ്ഡേ ആയിട്ട് എതുമ്മയ്ക്ക് കളർ ഡ്രസ്സാണ് കേട്ടോ. പിന്നെ ഞാൻ മാത്രമല്ല, ഞാനും അമ്മയും എതുമ്മയും ഒരുമിച്ച് ഈ ഒരു ടൈമിലാണ് കേട്ടോ ഇറങ്ങുന്നത്. ഓക്കെ, അപ്പം ഞങ്ങളൊക്കകത്ത് ഓട്ടോ വെയിറ്റിംഗ് ആണ്. അങ്ങനെ ഞാനും അമ്മയും എതുമ്മയും നേരെ ഓടിപ്പോയി ഓട്ടോയിൽ കയറിയിട്ട് അമ്മയെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ ലാബിലോട്ട് പോയി.